മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ സീമന്തിനിയുടെയും വാമദേവൻ്റെയും എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും സീമന്തിനി വിചാരിച്ചിരിക്കുന്നത് വാമദേവൻ മഹാലക്ഷ്മിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കുറേ രൂപ സമ്പാദിക്കും, അപ്പോൾ ആ പൈസയൊക്കെ വെച്ച് മേഘനാഥനെ ചികിത്സിക്കുകയും ചെയ്യാം, സ്വാതിയുടെ വിവാഹവും നടത്താമെന്നൊക്കെയുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ സ്വപ്നങ്ങളെല്ലാം തകർന്നടിയാണ്. നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും അറിഞ്ഞ കാര്യമൊന്നും ഈ വാമദേവൻ അറിഞ്ഞിട്ടില്ല. ഈ സത്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കണ്ണൻ വീട്ടിൽ ചെല്ലുമ്പം ദുർഗ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നതിനനുസരിച്ച് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ മരുമകളുടെ മുഖത്തിപ്പോൾ വലിയ തെളിച്ചൊന്നുമില്ലല്ലോ, അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം അതറിയില്ല മോനെ, അവളുടെ അച്ഛന് സുഖമില്ലാണ്ടായതിൻ്റെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഉണ്ണീനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഉണ്ണി നിൻ്റെ അമ്മായച്ചനെ കാണാൻ പോകാതിരുന്നേന്ന് ചോദിക്കുമ്പോൾ പല പ്രാവശ്യം അച്ഛനെ കാണാൻ പോകാമെന്ന് അവളോട് പറഞ്ഞതാണ്, പക്ഷെ അവൾ സമ്മതിക്കണില്ല, അവൾക്ക് അച്ഛൻ്റെ അവസ്ഥ കാണാൻ പറ്റില്ല എന്നാണ് പറയണേന്ന് പറയുമ്പം അവൾ എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ച് നീ അത് കേട്ട് നിന്ന് എന്തിനാ, നിനക്ക് അയാളെ ഒന്ന് പോയി കാണാൻ പാടില്ലായിരുന്നോ, അന്ന് 7-ാം മാസത്തെ ചടങ്ങിൽ അയാൾ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് നീയും കണ്ടതല്ലേ, അപ്പോൾ അയാൾക്ക് നിന്നോട് എന്താ പറയാനുള്ളതെന്ന് കേൾക്കെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നോ, നീ എന്താ പോവാണ്ടിരുന്നത്, എന്തായാലും നീ ഒന്ന് പോയി അയാളെ കണ്ടു നോക്ക്, എന്താ അയാൾക്ക് പറയാനുള്ളതെന്ന് അറിയാലോ എന്ന്. അങ്ങനെ കണ്ണൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ ഈ ദുർഗയ്ക്കും ഉണ്ണിക്കും നല്ല സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് ഈ കരുണയുടെ പെരുമാറ്റത്തിലും അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് പോയി കാണാൻ നിൽക്കുന്നുണ്ട്, അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയാലോ എന്ന്. പിറ്റേ ദിവസം നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണന് നേരത്തെ പോയിട്ടുള്ള ആ ഒരു അമ്പലത്തിൻ്റെ ഓർമ്മ വന്നിട്ട് കണ്ണൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിറങ്ങിയതും കണ്ണൻ ആ അമ്മയെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി ചുറ്റും നോക്കുമ്പം ആ അമ്മയെ അവിടെ എങ്ങും കാണുന്നില്ല. എന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ ഒരമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ മോനെ, മോൻ ഇന്നും വന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മയോട് നന്ദി പറയാനാണ് ഞാൻ വന്നത്, അമ്മ അന്ന് എനിക്ക് തന്ന അയ്യപ്പ വിഗ്രഹം ഇല്ലേ, അതാ ഇപ്പം മഹിയുടെ കയ്യിലുള്ളത്. ആ സമയത്ത് ആ അമ്മ പറയുന്നുണ്ട്, അതേ മോനെ, അത് തന്നെയാണ് മോളുടെ കയ്യിലുള്ളത്, അതാ പറഞ്ഞ് നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചത് അയ്യപ്പ ഭഗവാൻ തന്നെയാണ്, അതുകൊണ്ട് ആര് നിങ്ങളെ അകറ്റണമെന്ന് വിചാരിച്ചാലും നടക്കില്ല മോനെ, അവൾ മോൻ്റെ ജീവിതത്തിലെ ഐശ്വര്യ എന്നും മഹാലക്ഷ്മി കണ്ണൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നു. അത് കേട്ടതും കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അമ്മേ, പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ കൊലപാതകി പ്രതാപനാണെന്നും അതിൻ്റെ കൂടെ മഹി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മഹിയോട് ഭയങ്കര ദേഷ്യം വന്നു. ആ സമയത്ത് ആ അമ്മ പറയുന്നുണ്ട്, എന്തായാലും മോൻ അറിഞ്ഞത് മാത്രമല്ല സത്യങ്ങൾ, ഇനിയും കുറച്ച് സത്യങ്ങൾ കൂടി മോൻ അറിയാനുണ്ട്, കൊന്നത് പ്രതാപനാന്നല്ലേ മോൻ അറിഞ്ഞിട്ടുള്ളൂ, കൊല്ലിച്ചത് ആരാന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ, ഇനി മോൻ അതാ അറിയാൻ പോണേന്ന് പറയുന്നതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, അപ്പം എൻ്റെ അച്ഛനെ ആരെങ്കിലും കൊല്ലിച്ചതാണോ അമ്മയെന്ന് ചോദിക്കുമ്പം അതിലെന്താ സംശയം, കൊല്ലിച്ചത് തന്നെയാണ്, തൽക്കാലം അയാൾ മറഞ്ഞിരിക്കുക, പക്ഷെ അധികം വൈകാതെ തന്നെ അയാൾ മറ നീക്കി പുറത്ത് വരും മോനെ, അന്നേരം മോനക്ക് പറ്റുന്ന രീതിയിലുള്ള ശിക്ഷ അവർക്കൊക്കെ കൊടുക്കണം, ഒരിക്കലും അവരെയൊന്നും വെറുതെ വിടരുത്, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന്. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല അമ്മേ, എൻ്റെ അച്ഛനെ എനിക്ക് ജീവനായിരുന്നു, എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്, ആ അച്ഛനെ എല്ലാവരും ചേർന്ന് ഇല്ലാണ്ടാക്കിയത്, അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല, എന്തായാലും മോനിപ്പോൾ മോളുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ മഹിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ച് പോകാമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെയാണ്. വാമദേവനാണെങ്കിൽ സീമന്തിനിയോട് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് അവൾ പൈസ തരാന്നാ പറഞ്ഞേക്കണേ, ഞാനൊന്ന് അവളെ വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് വാമദേവൻ ഫോണെടുത്ത് മഹാലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ അനന്തവും ലേഹയും മഹാലക്ഷ്മിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇപ്പം മഹിക്ക് സമാധാനമായില്ലേ, എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ, കണ്ണേട്ടൻ്റെ പിണക്കമൊക്കെ മാറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലേഹ എനിക്ക് ഇപ്പോഴും ആശ്വാസമായത്, ഞാൻ ആകെ ഭയന്നിരിക്കുമായിരുന്നു, അന്ന് കണ്ണേട്ടൻ എന്നോട് ഒരുപാട് ദേഷ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇനി ഒരിക്കലും കണ്ണേട്ടൻ എന്നോട് ക്ഷമിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്, എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം മാറിയല്ലോ എന്ന്. ആ സമയത്താണ് ഈ മഹാലക്ഷ്മിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ആ സമയം ലേഹിയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് അനന്തുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതേ അനന്തുവേട്ട ആ വാമദേവനെ വിളിക്കണേന്ന്. ആ സമയം ഇയാൾ ഇനിയും ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരിക്കും വിളിക്കണേ, എന്തായാലും തൽക്കാലം കണ്ണനോട് സത്യങ്ങൾ പറഞ്ഞ കാര്യമൊന്നും നമുക്ക് പറയണ്ട, ആ ഫോണും കൂടെ ഉണ്ടാ ഞാൻ അറ്റൻഡ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അനന്തു ആണെങ്കിൽ ഫോൺ മേടിച്ച് എന്താ അമ്മാവാന്ന് ചോദിക്കുന്നു. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, മഹാലക്ഷ്മി എന്തേന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി ഇവിടെ ഉണ്ട്, അമ്മാവൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അമ്മാവൻ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ മഹാലക്ഷ്മിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, അവരത് നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹി ഞങ്ങളോട് പറഞ്ഞായിരുന്നു, ഞങ്ങൾക്കതിന് വിരോധമൊന്നുമില്ല അമ്മാവൻ ഈ സത്യങ്ങളൊന്നും ഒരിക്കലും കണ്ണനോട് പറയാതിരുന്നാൽ മതി, എന്തായാലും അമ്മാവന് 10 ലക്ഷം രൂപയല്ലേ ആവശ്യം, അത് ഞങ്ങൾ അമ്മാവന് തരാം, എപ്പോഴാണ് വരണ്ടേന്ന് ഞാൻ വിളിച്ചു പറയാം, അപ്പോൾ അമ്മാവൻ വന്നാൽ മതി എന്ന് പറയണു. അത് കേട്ടതും ഈ വാമദേവനെ അറിയണില്ല, വാമദേവനെ
ചതിക്കാൻ വേണ്ടിയിട്ടാണ് അനന്തു ഇങ്ങനെ പറയണേന്നൊന്നും വാമദേവൻ ഭയങ്കര സന്തോഷത്തോടു കൂടി ഫോൺ വെച്ചിട്ട് കിടന്ന് ചിരിക്കുന്നുണ്ട്. ഈ സമയം സീമന്തിനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ ഇനി മഹാലക്ഷ്മിയും അനന്തുവും നമ്മുടെ കറവ പശുക്കളാടി എന്ന് പറയുന്നത്. അത് കേട്ടതും സീമന്തിനി ചോദിക്കുന്നുണ്ട്, കറവ പശുക്കളോ, നിങ്ങൾ എന്താണെങ്കിലും തെളിച്ച് പറ മനുഷ്യാന്ന് പറയുമ്പോൾ ഞാനൊരു 10 ലക്ഷം രൂപ മഹാലക്ഷ്മിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വാങ്ങാൻ ചെല്ലാൻ എന്നോട് അനന്ത് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് അത് കിട്ടണേന്ന് ചോദിക്കുമ്പോൾ അതവൻ വിളിക്കാമെന്നാണ് പറഞ്ഞത്, വിളിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലണം, അപ്പം അവൻ 10 ലക്ഷം തരാമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം തരാമെന്ന് പറഞ്ഞ 10 ലക്ഷം എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കുക. ആ സമയത്ത് ഈ വാമദേവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, 10 ലക്ഷമൊന്നും അല്ലടി, കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും സമ്പാദ്യത്തിൽ 3/4 ഭാഗവും ഞാൻ ഈ പേരും പറഞ്ഞ് മഹാലക്ഷ്മിയുടെ അനന്തുവിൻ്റെയും കയ്യിൽ നിന്ന് മേടിച്ചെടുക്കുമെന്ന്. ഇതേ സമയത്താണ് നമ്മളുടെ കരുണ വാമദേവന്റെ വീട്ടിലോട്ട് കയറി വരുന്നത്. വാമദേവന്റെയും സീമന്തിനിയുടെയും സംസാരം കേട്ടതും ഇവരെന്തോ കാര്യമായ ചർച്ചയിലാണല്ലോ എന്നും പറഞ്ഞ് കരുണ അകത്തേക്ക് കയറാതെ അവിടെ നിന്ന് ഇവർ പറയണതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ കരുണയ്ക്ക് ഈ മഹാലക്ഷ്മിയുടെ ഇന്ന് വാമദേവൻ പൈസ വാങ്ങണ കാര്യം കേട്ടതും അത് കൊള്ളാലോ, അമ്മാവനിനി ഇതും പറഞ്ഞ് ലക്ഷ്മിയുടെയും അനന്തുവിൻ്റെയും കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ നിൽക്കാല്ലേ, ഈ അവസരം ഞാനും മുതലാക്കും, എന്തായാലും മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് അമ്മാവൻ എത്ര രൂപ വാങ്ങുന്നുണ്ടോ അതിൻ്റെ പകുതി അമ്മാവനെ ഭീഷണിപ്പെടുത്തി ഞാനും വാങ്ങുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കരുണ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അന്നേരം ഇവരുടെ സംസാരം എല്ലാം കരുണ കേട്ടു എന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് വെപ്രാളത്തോടുകൂടി വാമദേവൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ കേട്ടു, ഇപ്പം എൻ്റെ അച്ഛൻ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്ന കാര്യവും പറഞ്ഞ് നിങ്ങൾ മഹാലക്ഷ്മിയെ അനന്തുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങണ കാര്യമല്ലേ പറഞ്ഞേ, പൈസ വാങ്ങണേനൊന്നും കുഴപ്പമില്ല, നിങ്ങൾ എത്ര ലക്ഷം വാങ്ങിയാലും അതിൻ്റെ പകുതി എനിക്ക് തന്നോളണം, ഇല്ലെങ്കിൽ അമ്മാവനെ അച്ഛനെയും കൊണ്ട് അത് ചെയ്യിച്ചെന്നുള്ള സത്യം എല്ലാവരും അറിയും, ഞാൻ എല്ലാവരോടും പറയുന്നു. അത് കേട്ടതും വാമദേവനും സീമന്തനെയും ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് വാമദേവൻ ചോദിക്കുന്നുണ്ട്, കരുണമോളെ നീ എന്തൊക്കെയായി പറയണേ, ഞാൻ ആരെ ബ്ലാക്ക് മെയിൽ ചെയ്യണ കാര്യമാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ ഞാനെല്ലാം കേട്ട അമ്മാവൻ ഒരുപാട് അഭിനയിക്കുകയൊന്നും വേണ്ട, അമ്മായിയും ഇത്രകാരിയാണെന്നൊന്നും ഞാനൊരിക്കലും വിചാരിച്ചില്ല, എന്നാലും സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതും പോരാ, ആ മരണം പറഞ്ഞ് അടുത്ത ആളുടെ ഇന്ന് പൈസ മേടിക്കാനുള്ള ധൈര്യം അമ്മാവനുണ്ടല്ലോ, അമ്മാവനെ എന്തായാലും സമ്മതിക്കണം അമ്മാവാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ആസ്പത്രിയിൽ വരുന്നുണ്ട്. മഹാലക്ഷ്മി കണ്ണനെ കണ്ടതും ആ കണ്ണേട്ടൻ വന്നോ, എന്തായി കണ്ണേട്ടാ വീട്ടിലെന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, എന്തായാലും കരുണ ഇതുവരെയും സത്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, രാവിലെ തന്നെ അവൾ എവിടെയോ പോണേയും കണ്ടു എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അവൾ എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവളുടെ അച്ഛനെ കാണാൻ പോയതായിരിക്കും, അല്ലെങ്കിൽ മുത്തശ്ശിയെ കാണാൻ പോയതായിരിക്കും, എന്തായാലും അവൾക്ക് പണ്ടത്തെ അഹങ്കാരവും മല്ലൊന്നുമില്ല എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതിപ്പോൾ മുതലല്ല കണ്ണേട്ട, കരുണയുടെ അച്ഛനാണ് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതെന്നുള്ള വിവരം ഞാനും അമ്മയും ഒരു ദിവസം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കേട്ടത് മുതലാണ് അവളുടെ അഹങ്കാരത്തിനൊക്കെ ഇത്തിരി കുറവ് വന്നേ. ഇനി അമ്മാവൻ്റെ കാര്യത്തിൽ എന്താ കണ്ണേട്ടാ തീരുമാനിക്കണേന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അയാളിപ്പോൾ ബ്ലാക്ക് മെയിലിങ്ങുമായിട്ട് നടക്കുകയാണല്ലോ, ഇന്നിപ്പോൾ അനന്തുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പൈസ വേണമെന്നും പറഞ്ഞ്, ഞാൻ അനന്തുവിനോട് പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് പൈസ കൊടുക്കാമെന്ന് തന്നെ പറയാൻ, അതങ്ങനെ കൊടുത്താൽ ശരിയാവണം എങ്ങനെയാണ് കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം തനിക്ക് ഞാനെന്തിനാണ് അയാൾക്ക് പൈസ കൊടുക്കുന്നത്, എന്തായാലും ഞാൻ സത്യങ്ങൾ അറിഞ്ഞില്ല എന്ന് കരുതി തന്നെ അയാളിരിക്കണം, അയാൾ കുറച്ച് സമയം 10 ലക്ഷം കിട്ടുമെന്ന് വിചാരിച്ച് സന്തോഷിക്കട്ടെ. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാലും അയാളൊരു മനുഷ്യനാണോ കണ്ണേട്ട, സ്വന്തം സഹോദരിയുടെ ഭർത്താവിൻ്റെ മരണവും വിറ്റ് കാശാക്കാൻ നോക്കുന്ന അയാളൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ലാത്തവനാന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇനി താൻ പറഞ്ഞതുപോലെ ഈ അച്ഛൻ്റെ മരണത്തിൽ അമ്മാവന് എന്തെങ്കിലും പങ്കുണ്ടോയെന്നും എനിക്ക് സംശയമുണ്ട്, എന്തായാലും അധികം വൈകാതെ തന്നെ അതെല്ലാം ഒന്ന് കണ്ടെത്തണം, ഇനിയിപ്പോൾ ബ്ലാക്ക് മെയിലിങ്ങുമായിട്ട് അയാൾ വരില്ലല്ലോ, സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി തന്നോട് അയാൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ തന്നെ തനിക്ക് പറയാലോ കണ്ണേട്ടനോട് സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്. എന്തായാലും ഇന്ന് അനന്തു അയാളെ ഒന്ന് കാണുന്നുണ്ട്, അനന്തുവിൻ്റെ കൂടെ ഞാനും പോകുന്നുണ്ട് അയാളെ കാണാനെന്ന്. പിന്നീട് കാണിക്കുന്നത് അനന്തുവിനെ ലേഹേനെയും കണ്ണനെയാണ്. കണ്ണനാണെങ്കിൽ അനന്തുവിനോട് പറയുന്നുണ്ട്, എന്നാലും ഇനി ആ അമ്മാവനെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല അനന്തു, മഹീനെ ഇതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങാൻ നോക്കിയാൽ അയാളൊരു മനുഷ്യനല്ലല്ലോ, എന്തായാലും ഇന്ന് നീ അയാളെ കാണാൻ പോകുമ്പോൾ കൂടെ ഞാനും വരുന്നുണ്ടെന്ന്. അന്നേരം അനന്ത് പറയുന്നുണ്ട്, ഇന്ന് അയാളെ ഞാൻ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്യും, ഇനി അയാൾ ഇതുപോലെ ആരെയും ഭീഷണിപ്പെടുത്താൻ പോകരുതെന്ന്. അന്നേരം ലേഖയം പറയുന്നുണ്ട്, അത് നേരെ അനന്തുവേട്ടാ, അയാൾക്ക് നല്ലത് കൊടുക്കണം, വേണമെങ്കിൽ അനന്തുവേട്ടൻ പോകുമ്പോൾ മാർക്കോയെയും വിളിച്ചോ, മാർക്കോയ ആകുമ്പോൾ നല്ലോണം കൊടുത്തോളും, പിന്നെ അയാൾ എഴുന്നേറ്റ് നടക്കുക പോലും ഇല്ലയെന്ന്.
അവരങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും ഈ വാമദേവനാണെങ്കിൽ അനന്തുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്തതും എന്താ അമ്മാവാന്ന് ചോദിക്കുമ്പോൾ അത് മോനെ എനിക്ക് 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിരുന്നു, ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം കണ്ണനെ അറിയൂട്ടോ എന്ന് പറയുമ്പോൾ ഇല്ല അമ്മാവ ഇനി വൈകുമൊന്നുമില്ല, അമ്മാവൻ എത്രയും പെട്ടെന്ന് ആ കുന്നിൻ്റെ അങ്ങോട്ട് പോരെ, ഞാൻ അവിടെ പൈസ ആയിട്ട് നിൽക്കാമെന്ന് പറയണു. അങ്ങനെ ഫോൺ വെച്ചതും അനന്തു കണ്ണനോട് പറയുന്നുണ്ട് അയാൾ പൈസയായിട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാണ്, എന്തായാലും അയാളിപ്പോൾ അവിടെ വന്ന് നിൽക്കും, നമുക്കെല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് കണ്ണനും അനന്തുവും കാറിൽ കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് വാമദേവനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവന്മാരെ കാണുന്നില്ലല്ലോ, ഇനി അവൻ എന്നെങ്ങാനും പറ്റിക്കണയാണെങ്കിൽ അവൻ്റെ മഹാലക്ഷ്മിയുടെ ഒക്കെ കഥ ഞാൻ കഴിക്കൂ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അനന്തുവിൻ്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അനന്തുവിൻ്റെ കാറ് കണ്ടതും ഈ വാമദേവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, 10 ലക്ഷം രൂപയാണല്ലോ കയ്യിലേക്ക് കിട്ടാൻ പോണേ. അങ്ങനെ വാമദേവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അനന്തു കാറിൽ നിന്ന് ഇറങ്ങി വാമദേവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം വാമദേവൻ നല്ലോണം തന്നെ ചിരിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വാമദേവൻ്റെ അടുത്തെത്തിയതും അനന്ത് ചോദിക്കുന്നുണ്ട്, അമ്മാവന് ഇപ്പോൾ 10 ലക്ഷം രൂപ തന്നാൽ ഇതോടുകൂടി അമ്മാവൻ ഭീഷണി നിർത്തുമെന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് മോനെ അനന്തു ഞാനത് നിർത്തണേ, എനിക്ക് പൈസയ്ക്ക് ഒരുപാട് ആവശ്യങ്ങളില്ലേ, അപ്പോൾ എനിക്ക് ഓരോ ആവശ്യം വരുമ്പോഴും ഞാനിങ്ങനെ നിങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഇനി എൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് കേട്ടതും ഈ അനന്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങളത് നടത്തി തന്നില്ലെങ്കിൽ താൻ എന്ത് ചെയ്യൂടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ സത്യങ്ങളും കണ്ണനോട് പറയൂന്ന് പറയണു. താൻ സത്യങ്ങളൊക്കെ കണ്ണനോട് പറയടോ, കണ്ണൻ ദേ നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് അനന്തു അയാളെ പിടിച്ചും കൊടുത്തിരിക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി ഈ വീൽ ചെയറിൽ ഇയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് കണ്ടതും വാമദേവനാണെങ്കിൽ പണി പാളിയെന്നുള്ള കാര്യം മനസ്സിലായി. മോനെ അനന്തു എന്നെ ഉപദ്രവിക്കില്ലേടാ, ഞാനിനി ഒരു ശല്യത്തിനും വരില്ല എന്നും പറഞ്ഞ് അനന്തുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.